ഹലോ ഗൈസ്, ഞാൻ തുണ്ട് മൂവി കണ്ടായിരുന്നു ഗൈസ്. വളരെയധികം പ്രതീക്ഷയോടൊന്നുമല്ല ഞാൻ കണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഞാനാണെങ്കിൽ തിയേറ്ററിൽ പ്രേമലുവിൻ്റെ ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ വേറൊരു പയ്യനാണെങ്കിൽ വന്നിട്ടാണെങ്കിൽ തുണ്ടിൻ്റെ ടിക്കറ്റ് ചോദിച്ചായിരുന്നു. അപ്പം തിയേറ്ററിലുള്ള ടിക്കറ്റ് കൗണ്ടറിലിരിക്കുന്ന ആൾ പറഞ്ഞു, ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും ഒരു സിനിമ ഓട്ടിക്കാൻ പറ്റത്തില്ല എന്ന് പുള്ളി പറഞ്ഞായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സിനിമ പൊട്ടിയെന്ന്. പിന്നെ ഞാൻ ഇവിടെ OTTയിൽ റിലീസായപ്പോൾ ഞാനാണെങ്കിൽ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മളെ ബിജു മേനോൻ്റെ ഒരു ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പടങ്ങൾ എനിക്ക് നല്ല ഇഷ്ടമാണ്, പുള്ളിയുടെ ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതൊക്കെ വിചാരിച്ചിട്ട് ഒന്നിരുന്ന് കൊടുത്തു. പക്ഷേ നടന്നത് വേറെ ആയിരുന്നു. കണ്ടപ്പോഴേ എന്തോന്നാണ്, ഗോപി സുന്ദറാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ ഒരു ഫസ്റ്റുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളാം. പിന്നെ അത് എന്നെ അങ്ങ് ഇട്ട് അങ്ങ് വെറുപ്പിച്ച് മനുഷ്യനെ അങ്ങ് പണ്ടാരം അടക്കിയിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ കഥ എന്ന് പറയണത് ഒരു കോപ്പി അടിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ളൊരു കഥയാണ് ഇതിലുള്ളത്. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഒരു മെയിൽ ഒരു കഥ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അത് അവർക്ക് മര്യാദയ്ക്ക് അതിലൊന്ന് ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ സിനിമ നല്ല രീതിയിൽ പോകുമായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയി. പക്ഷേ ഓവറോൾ സിനിമയിലെ മേക്കിംഗ് അത്ര പോരായിരുന്നു. പിന്നെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സംഭവം കണ്ടതിന് ശേഷം പിന്നെ വേറെ എവിടെയൊക്കെ അങ്ങ് പോയിട്ട് കറങ്ങി തിരിഞ്ഞൊക്കെയാണ് വരണത്. പല പല ഭാഗങ്ങളായിട്ടൊക്കെ പോകുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇവർ ഈ ഓർത്തെടുക്കുന്ന കുറച്ച് ടീംസുണ്ട്, കുറച്ച് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ആസ്ഥാനത്തും ഒക്കെയാണ് ഇതുമാതിരി ഫ്ലാഷ് ബാക്കൊക്കെ കാണിക്കുന്നത്. നമുക്ക് കഥ എന്നൊക്കെ വിട്ടൊക്കെ പോവും. അപ്പോൾ സംഭവം എന്ന് പറയണത് നമ്മൾ വൺ ടൈം വാച്ചബിൾ പോലും അല്ല മൂവി. അതാണ് സത്യം എന്ന് പറയണത്. ഞാൻ ഇത് കണ്ടു. എനിക്ക് ആ ഒരു എന്താ പറയാനായിട്ട് ബിജു മേനോൻ എന്നുള്ളൊരു ആക്ടർ, പിന്നെ ഷൈൻ ടോം ചാക്കോ ഓപ്പോസിറ്റ് നല്ലൊരു ശക്തമായൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടൊരു ആക്ടിങ്ങിലൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഡയലോഗ്സൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. ഒരു സിനിമയ്ക്ക് വേണ്ടി ഇവർക്ക് ജസ്റ്റ് അതൊന്ന് പറഞ്ഞു പോവാം, ആ ഒരു ഷോട്ട് എടുക്കണം, ഒന്ന് എടുത്ത് തീക്കണം എന്നേ ഉള്ളൂ ഡയറക്ടറിന് എന്നാണ് എനിക്ക് തോന്നിയത്. അത് സിനിമ കണ്ടപ്പോൾ മേക്കിംഗ് വളരെ പൂവറായിരുന്നു. അതാ പ്രശ്നമെന്ന് പറയുന്നത്. പിന്നെ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയൊക്കെ പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ വളരെ ശോകമായിട്ടുള്ളൊരു പടം. അപ്പോൾ ഞാനിതൊക്കെ കണ്ട് സന്തോഷിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, കണ്ട് തീർത്തു. പക്ഷേ എനിക്ക് തോന്നിയത് പോയി, ഒരു പ്രസ്റ്റീജ് പോലൊരു പടമുണ്ട് ഹോളിവുഡിൽ. അതിൽ 2 മജീഷ്യൻസിൻ്റെ ഒരു മെയിൽ ഈഗോ ക്ലാഷ്, അവർ ചെയ്യുന്നൊരു പാരവെപ്പൊക്കെയാണ് ഉള്ളത്. ഇതിൽ പാരവെപ്പുണ്ട്, പക്ഷേ അത് അത്ര ഇറച്ചിട്ടില്ല. സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്ന പാരവെപ്പം ഒന്നും നടക്കുന്നില്ല. അവർ ആ പാരവെപ്പിൽ കുറച്ചുകൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ മെയിൽ ഈഗോ ക്ലാഷ് ഒന്നുകൂടെ ഒന്ന് വർക്കൗട്ട് ആക്കിയിരുന്നെങ്കിൽ, പിന്നെ ഫിലിമും കൂടെ ഒന്ന് മേക്കിങ്ങിൽ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പടം അത്യാവശ്യം പൊരിച്ചേനെ എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണണമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളടുത്ത് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇനി ഒരുപാട് സമയമുണ്ട് എന്നെപ്പോലെ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പോയി സിനിമ കാണുക, കണ്ടിട്ട് സംതൃപ്തി അടയുക. അത്ര എനിക്ക് നിങ്ങളത് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷനും ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തിയേ കൊള്ളായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇച്ചിരി ഒന്ന് രക്ഷപ്പെട്ടു പോകുമായിരുന്നു. ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. അത്ര എനിക്ക് നിങ്ങളത് പറയാനുള്ളൂ. ഓക്കെ ഗൈസ്, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ കണ്ണിച്ചിരി നടഞ്ഞു പോകണമല്ലേ, ഞാൻ അടുത്ത വീഡിയോയിൽ ശ്രദ്ധിക്കാം. ഇംപ്രൂവിങ് മൈ സെൽഫ്. ഓക്കെ.